ഹായ് ഹലോ നമസ്കാരം. എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2025 കീമിന്റെ കാൻഡിഡേറ്റ് പോർട്ടലിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ 3 അപ്ഡേറ്റുകൾ, അത് ആർക്കൊക്കെയാണ് ബാധകം എന്ന ക്വസ്റ്റ്യൻസ് നിരവധി വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നൽകുവാനായി ഓൾറെഡി ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു അക്കൗണ്ട് ഫോളോ ചെയ്തതിന് ശേഷം നമ്മുടെ ഇൻബോക്സിൽ വന്ന് നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ കഴിയുന്ന വിധത്തിൽ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ആ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ലിങ്ക് ചുവടെ ചേർക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കീമിന്റെ ആപ്ലിക്കേഷൻ പോർട്ടൽ ഇപ്പോൾ 3 അപ്ഡേറ്റ്സ് നിങ്ങൾ കാണാൻ സാധിക്കാം. ഒന്ന്, ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. 2, കോഴ്സ് അഡിഷൻ എന്നൊരു ഓപ്ഷനും 3, ക്ലെയിം അഡിഷൻ എന്ന 3 ഓപ്ഷനുകൾ അല്ലെങ്കിൽ 3 അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. ഇത് 3ഉം എന്താണെന്നും ആർക്കൊക്കെയാണ് ഇത് ബാധകം എന്ന വ്യക്തമായ കാര്യമായിരിക്കും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് അറിയിക്കുന്നത്. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ അപ്ഡേറ്റുകൾ കിട്ടുവാൻ നിങ്ങൾ ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ഒരു വീഡിയോ ലൈക്ക് കൂടി ചെയ്ത് കാണുവാൻ ശ്രമിക്കുക. ആദ്യം വന്നത് ന്യൂ രജിസ്ട്രേഷൻ ആണ്. നിങ്ങൾ ഇതുവരെയും ഈ ഒരു എഞ്ചിനീയറിംഗിന്റെ അല്ലെങ്കിൽ കീമിന്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിരിക്കുകയാണ്. അത് കീം ഫാർമസി കോഴ്സുകളിലേക്കല്ല, മറിച്ച് ആർക്കിടെക്ട് അതുപോലെ തന്നെ മെഡിക്കൽ കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും നാളായിട്ട് നിങ്ങൾ ആ ഒരു രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇപ്പോൾ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടിരിക്കുകയാണ്. ആർക്കിടെക്ട് കോഴ്സ് അതുപോലെ തന്നെ മെഡിക്കലിൽ വരുമ്പോൾ MBBS, BDS, ഫിഷറീസ് തുടങ്ങിയ പുതിയ കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ രജിസ്ട്രേഷൻ നടത്താം. അത് നമ്മുടെ നോർമൽ ce.kerala.government.in എന്ന വെബ്സൈറ്റിലേക്ക് പോയിട്ട് അവിടെ ന്യൂ രജിസ്ട്രേഷൻ എന്ന നിങ്ങൾ പഴയ കുട്ടികൾ എങ്ങനെയാണോ ചെയ്ത ആ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് പുതുതായിട്ട് ചെയ്യാൻ പറ്റും. എഞ്ചിനീയറിംഗും അതുപോലെ തന്നെ ഫാർമസിക്കും പറ്റില്ല. ഇനി വന്നിട്ടുള്ളത് ഒരു കോഴ്സ് അഡിഷൻ എന്നൊരു ഓപ്ഷനാണ്. കോഴ്സ് അഡിഷൻ എന്ന് പറയുമ്പോൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ, ചിലപ്പോൾ ചില വിദ്യാർത്ഥികൾ എഞ്ചിനീയറിംഗിനും ഫാർമസിക്കും മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാവാം, ആർക്കിടെക്റ്റിനും എഞ്ചിനീയറിംഗിനും ഫാർമസിക്കും രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാവാം. ഈ വിദ്യാർത്ഥികൾക്ക് എല്ലാം തന്നെ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ആർക്കിടെക്ട് അതുപോലെ തന്നെ മെഡിക്കൽ കോഴ്സസ് ഒന്നുകൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാൻ, ഒന്നും കൂടി ആ കോഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഇപ്പോൾ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം നേരത്തെ ചെയ്തിട്ടുള്ളവർക്ക് പുതിയ രജിസ്ട്രേഷൻ ആയിട്ടും ആ ഒരു ആർക്കിടെക്ട് മെഡിക്കൽ കോഴ്സസ് എടുക്കാം. ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് ആഡ് ഓൺ കോഴ്സ് എന്ന രീതിയിലും ഇത് രണ്ടും ചൂസ് ചെയ്യാവുന്നതാണ്. മൂന്നാമത് വന്നിരിക്കുന്നത് നമ്മുടെ ക്ലെയിം അഡിഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ക്ലെയിം അഡിഷനിൽ നിങ്ങൾക്ക് NCL അതായത് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഇതുവരെയും ഹാജരാക്കാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾക്ക് അത് വീണ്ടും ക്ലെയിം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ EWS കാറ്റഗറി റിസർവേഷന് വേണ്ടി ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കമ്മ്യൂണിറ്റി റിസർവേഷൻ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ NRI വിദ്യാർത്ഥിയാണെങ്കിൽ അതിന്റെ ഡോക്യുമെന്റ്സ് തുടങ്ങി കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിലുള്ള ക്ലെയിമിന് ആപ്ലിക്കബിൾ ആണോ അതെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ എല്ലാം ഡെഡ് ലൈൻ ആയിട്ട് പറയുന്നത് ജൂൺ 23 ഉച്ചയ്ക്ക് 12 മണി വരെയാണ്. ഈ ഒരു സമയം വരെ ആയിരിക്കും നിങ്ങൾക്ക് ഈ 3 കാര്യങ്ങളും ചെയ്യാനുള്ള അവസാന നിമിഷം അല്ലെങ്കിൽ അവസാന സമയമായി വരുന്നത്. അപ്പോൾ ഇതിന് ആഗ്രഹമുള്ള വിദ്യാർത്ഥികൾ ഇത് ചെയ്യുക. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, റിപ്പീറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഒരിക്കലും പോകരുത്. നിങ്ങൾക്ക് ആഡ് ഓൺ കോഴ്സ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടൽ ലോഗിൻ ചെയ്തതിന് ശേഷം മാത്രം ആഡ് ഓൺ കോഴ്സ് ചെയ്യുക. ഓൾറെഡി ചെയ്തിട്ടില്ലാത്തവർക്ക് മാത്രമായിരിക്കും ന്യൂ രജിസ്ട്രേഷൻ വരുന്ന. ഒരേ പേരിൽ അല്ലെങ്കിൽ ഒരേ ഡോക്യുമെന്റ്സിൽ 2 ആപ്ലിക്കേഷൻ പോകാതിരിക്കാൻ നിർബന്ധമായും ശ്രദ്ധിക്കുക. അങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവിടെ റിജക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ഇത് ആർക്കൊക്കെയാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന വ്യക്തമായ ധാരണ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം.